നിറയ്ക്കാന്നുള്ളത് നമുക്ക് നോക്കാം. രാവിലെ എണീറ്റ് നമ്മൾ വാതിലുകളും ജനലുകളും കർട്ടൻസൊക്കെ മാറ്റി ഓപ്പൺ ചെയ്തിടുക. കാരണം സൂര്യപ്രകാശം ഉള്ളിലേക്ക് വരണം. അത് വരേണ്ടാത്ത നെഗറ്റീവ് എനർജി പുറത്ത് പോകാൻ ഇത് കാരണമാവും. അതിനുശേഷം നമ്മൾ വീടെല്ലാം നന്നായി അടിച്ചു വാരുക. വീട് അടിച്ചു വാരുക പറഞ്ഞാൽ കട്ടിൻ്റെ അടിയിൽ എന്തൊക്കെയോ സാധനങ്ങളുണ്ട്, അതൊക്കെ അവിടെ ഇരുന്നോട്ടെ. അങ്ങനെയല്ല, കട്ടിൻ്റെ അടി ഒഴിവാക്കിയിടുക. ഒന്നും വേണ്ട കട്ടിൻ്റെ അടിയിൽ. അതേപോലെ തന്നെ ഓരോ മൂലകളും നമ്മൾ നന്നായി വൃത്തിയാക്കിയിടുക. എല്ലാം നമുക്ക് കാണാൻ പറ്റണം. ഈ മൂല എല്ലാ മൂലകളിലും കുറേ സാധനങ്ങൾ വെച്ച് ഇങ്ങനെ കുമ്പാരം കൂട്ടി വയ്ക്കില്ല. അങ്ങനെ ചെയ്യരുത്. മൂലകളൊക്കെ ഫ്രീ ആയിട്ട് വിടുക. കാരണം ആ മൂലകളിൽ മുടിയായാലും കരട്, കടലാസ് അങ്ങനെയൊക്കെ ഉണ്ടാവും നിറയെ മൂലകളിൽ. ചില ആൾക്കാർ ഇത് കാണില്ലല്ലോ, കാണാത്ത ഭാഗങ്ങൾ അവിടെ ഇരുന്നോട്ടെ, കാണുന്ന ഭാഗം ഞാൻ വൃത്തിയാക്കുക, അങ്ങനെ ചിന്തിക്കേണ്ടത് തെറ്റാണ്. നമ്മൾ കാണാത്ത ഭാഗങ്ങൾ നമ്മൾ വൃത്തിയാക്കണം എന്ന് നമ്മുടെ മനസ്സിൽ ഇവിടെ വൃത്തിയാണില്ലേ, ഇവിടെ വൃത്തിയാണ്, നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേ ഉണ്ടാവണം ഇതൊക്കെ വൃത്തിയാണെന്ന്. അല്ലാതെ കാണാത്ത ഭാഗങ്ങൾ വൃത്തിയാക്കാത്തവർ ഒരിക്കലും വൃത്തിയുള്ളവരെന്ന് പറയാൻ പറ്റില്ല. കാണാത്ത ഭാഗങ്ങൾ വൃത്തിയാക്കുന്ന ആൾക്കാർ എല്ലാവിടെയും നന്നായി വൃത്തിയാക്കും. അത് കാരണം കൊണ്ട് മുക്കും മൂലയും കട്ടിലിൻ്റെ അടി എല്ലാം നന്നായി വൃത്തിയാക്കുക. അതിനുശേഷം കുറച്ച് വെള്ളത്തിൽ മഞ്ഞൾ കലക്കിയിട്ട് എല്ലാവിടെയും തെളിച്ച് കൊടുക്കുക. ചുമരിലാവാതെ നോക്കുക കേട്ടോ. അതിനുശേഷം എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? അപ്പോൾ ഫാൻ ഇട്ട് കൊടുത്താൽ അത് അങ്ങനെ ഉണങ്ങിക്കോളും. ഉമ്മറത്ത് നന്നായി മഞ്ഞൾ വെള്ളം തെളിച്ച് കൊടുക്കുക. ഇപ്പോൾ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ നമുക്ക് തളിച്ച് കൊടുത്തിട്ട് പിളിന്ന് അങ്ങനെ ആക്കാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് അങ്ങനെ തൂക്കി കൊടുത്താൽ മതി. നന്നായി തെളിച്ച് കൊടുത്തിട്ട് ഒന്ന് തുടച്ചെടുത്താലും മതി. വെള്ളിയാഴ്ചകളിലൊരു മഞ്ഞളോ കുങ്കുമോ അങ്ങനെ പൊട്ട് വയ്ക്കാം കേട്ടോ. അത് അടിച്ചു വാരി മഞ്ഞൾ വെള്ളം തെളിച്ചു, കഥകളൊക്കെ ഓപ്പൺ ചെയ്തിട്ടു. അതിനുശേഷം ഇപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞവരാണെങ്കിൽ ഒരു സ്വാമിയുടെ അവിടെ ഒരു വിളക്ക് കത്തിച്ച് വയ്ക്കുക. അങ്ങനെ കത്തിച്ച് വയ്ക്കുക. ഇല്ല ഇതൊക്കെ കഴിഞ്ഞിട്ടേ ഞാൻ കുളിക്കാറുള്ളൂ പറഞ്ഞാൽ ശരി, ആയിക്കോട്ടെ, അതൊന്നും കുഴപ്പമില്ല. അതൊക്കെ നമുക്ക് നമ്മുടെ ശരീരത്തിനനുസരിച്ച് മാത്രമേ നമുക്കെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ചില ആൾക്കാർക്ക് കുളിച്ചാൽ തലവേദന വരും, ചില ആൾക്കാർക്ക് അത് പറ്റില്ല, അങ്ങനെയൊക്കെ ഉണ്ടാവും. അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർക്ക് കുളിക്കാൻ എന്താ ചെയ്യുക. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഒരു ചന്ദനത്തിരി എടുത്തിട്ട് കിച്ചണിലോ അല്ലെങ്കിൽ ഹാളിലോ കത്തിച്ച് വയ്ക്കുക. അപ്പം നല്ല പ്രകാശം, നല്ലൊരു നറുമണം, അതൊക്കെ നമുക്ക് വീടും വൃത്തിയായി കിട്ടി. അതിനുശേഷം നമുക്ക് ഇഷ്ടപ്പെട്ട സ്വാമിയുടെ പാട്ടോ ഇല്ലെങ്കിൽ പാരായണങ്ങളോ അല്ലെങ്കിൽ ശ്ലോകങ്ങളോ, ഇല്ല എനിക്ക് ഈ പാട്ട് കേൾക്കാനാണ് ഇഷ്ടം, അത് നിങ്ങളുടെ ഇഷ്ടമുള്ള ഏതെങ്കിലും പാട്ട് ഉറക്കം മറ്റുള്ളവർക്ക് ഉപദ്രവമാവുന്ന രീതിയിലല്ലാതെ മെല്ലെ അത് വെച്ച് നമുക്കത് കേട്ടുകൊണ്ടിരിക്കുക. കാരണം നമ്മൾ പണിയോൾ ചെയ്യുന്ന ടൈമിലാണ് നമ്മൾ കൂടുതലും നമ്മുടെ മനസ്സിനിട്ട് കുഴപ്പിക്കുന്ന ഒരു സമയം ഉണ്ടാവുക. കാരണം അവരങ്ങനെ പറഞ്ഞില്ല, അവരെന്ത് ഇങ്ങനെ പറഞ്ഞു, അതവരെന്താ അങ്ങനെ നിറയെ ചിന്തിക്കുക. ആൾക്കാർ കാണുമ്പോൾ അവർ പണിയെടുക്കുകയാണ്. പക്ഷെ നമ്മൾ നമ്മുടെ ഉള്ളിൽ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ട ഒരു സമയം നമ്മൾ പണിയോൾ എടുക്കുമ്പോഴായിരിക്കും. അപ്പോൾ ആ ഒരു പ്രശ്നം നമുക്കിതൊന്ന് മാറ്റിയെടുക്കാൻ പറ്റും. തിരുമ്പാത്ത സാധനങ്ങൾ അത് ഉണ്ടാവരുത്. അത് അപ്പോൾ തിരുമ്പുക. ഇല്ല നിങ്ങൾക്ക് തിരുമ്പാൻ പറ്റിയിട്ടില്ലേ, ഒരു വലിയൊരു ബക്കറ്റ് ഉണ്ടാവും. അത് എവിടെയാണോ ബാത്റൂമിൽ എവിടെയാണോ തിരുമ്പണത് കൊണ്ടേക്കുക. അവിടെ കൊണ്ടുപോയിട്ടിട്ട് എല്ലാ തിരുമ്പാള തുണികളും മാറ്റി ആ തിരുമ്പള സമയമാകുമ്പോൾ കറക്റ്റ് ആയിരുന്നു. അവിടെ ഇവിടെയും കൂട്ടിയിടരുത്. എപ്പോഴും തിരുമ്പള തുണികൾ അങ്ങനെ കൂട്ടി തിരുമ്പി തുണികളും മടക്കി വയ്ക്കാൻ ശ്രദ്ധിക്കുക. കാണുമ്പോൾ എന്തായാലും നമുക്ക് ഈ വീട്ടിലെന്താ ഇങ്ങനെ അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. അത് നമ്മളെ ചിന്തിക്കാൻ പാടില്ല. വേണ്ടാത്ത ഒരു സാധനങ്ങളും പാടില്ല. അത് നമുക്ക് ഉപയോഗിക്കാത്ത തുണികളാണെങ്കിലും ഉപയോഗിക്കാത്ത സാധനങ്ങളാണെങ്കിലും നമുക്കത് വേണ്ട, അത് എടുത്തുകൊണ്ട് കളയുക. ഇല്ലെങ്കിൽ അത് ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റി കൊടുക്കുക. ഇല്ലെങ്കിൽ തുണികളൊക്കെ പഴയത് കീറിയതൊക്കെ ആണെങ്കിൽ കത്തിച്ച് കളയാം. പിന്നെ എന്താണെന്നറിയോ, മറ്റുള്ളവരെ കുറിച്ച് നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അവരെന്ത്